friends, welcome to our channel nathoonztipsstitching. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ക്യാരറ്റ് പായസം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി ചീകി എടുക്കാം. നമ്മുടെ ക്യാരറ്റൊക്കെ അതേ നന്നായി ചീകി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തിട്ടൊക്കെയാന്ന് നോക്കാം. ജീരകം, പിന്നെ ചുക്ക്, പിന്നെ പഞ്ചസാര, ഏലക്കായ, പിന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ മുന്തിരി. ചുക്കൊക്കെ ചെറിയൊരു തുണ്ട് മതി കേട്ടോ. മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഏലക്കായും ജീരകവും ചുക്കും പഞ്ചസാരയും കൂടി കൂട്ടി അടിച്ച് പൊടിച്ചെടുക്കാം. പഞ്ചസാര ഇട്ടാലാണ് നന്നായി പൊടിഞ്ഞു കിട്ടുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര കൂട്ടി ചേർത്ത് പൊടിക്കണത്. നമ്മുടെ ജീരകവും ഏലക്കായും പഞ്ചസാരയും ചുക്കും കൂടി ഇതേ കൂട്ടി പൊടിച്ച് എടുത്ത മിക്സാണ് ഈ കാണുന്നത്. നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ ഉരുളി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മൾ നാളികേരം പാല് പിഴിഞ്ഞ് 3 സെക്ഷനായി വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റ് പിഴിഞ്ഞ പാൽ ഇതിലൊഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ക്യാരറ്റിനെ വേവിക്കാം. അപ്പോൾ അതിനായി നമുക്ക് ആ പാൽ ഒഴിക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റിനെ ഇതിലേക്ക് ഇടാം. നമ്മളിങ്ങനെ നല്ല ആ കട്ടീന മിഷീനിൽ അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് ചീകി വെച്ച ക്യാരറ്റ് നമുക്കിതിലേക്ക് ഇടാം. നമ്മുടെ ക്യാരറ്റ് ഈ പാലിൽ കിടന്ന് നന്നായി വെന്തതിന് ശേഷം നമുക്ക് മറ്റേ 2ാം പാലും 3ാം പാലും ഒക്കെ ഒഴിക്കാം. അതിട്ടാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാരറ്റ് വേവില്ല. നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ട് ഇത് ആദ്യം വേവിക്കാം. ക്യാരറ്റ് നന്നായി വെന്തതിന് ശേഷം വേണം പഞ്ചസാരയൊക്കെ ഇടാനായിട്ട്. നമ്മുടെ ക്യാരറ്റ് ഇവിടെ നന്നായി വെന്ത് നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ 2ാമത് എടുത്ത് വെച്ച പാൽ ഒഴിക്കാം. 1ാം പാലും വെച്ചിട്ടുണ്ട്, 2ാം പാൽ ഒഴിക്കാം. നന്നായി ഇത് വറ്റുമ്പോൾ നന്നായി തിളച്ച് വറ്റുമ്പോൾ നമുക്ക് നമ്മുടെ 1ാം പാൽ ഒഴിക്കാം. കുറച്ച് നേരം കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പഞ്ചസാര ഇടാം. ഇത് നന്നായി തിളച്ചൊന്ന് വറ്റിയതിന് ശേഷം കുറുതാവുമ്പോൾ ടൗസ് കിട്ടില്ലേ മതി. അത് ഉരിച്ച കാറ്റൊക്കെ ഇങ്ങനെ മൊത്തം പിടിക്കുമ്പോൾ കാറ്റൊക്കെ നല്ല രസമാണ്. ഞങ്ങൾ പുറത്താണ് അടുപ്പൊക്കെ ഉണ്ടാക്കി പായസം വെക്കേണ്ടത്. പുറത്ത് നല്ല കാറ്റൊക്കെ ഉണ്ട്, തീയൊക്കെ കെട്ട് പോവാമോ, നല്ല പ്രകൃതി രമണീയമായ കാറ്റൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ വളരെ നന്നായി വെന്ത് കുഴഞ്ഞുണ്ട്. നമ്മുടെ പാലൊക്കെ 2ാം പാൽ ഒഴിച്ചതും വറ്റിയുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാം. പഞ്ചസാര നന്നായി ഈ ക്യാരറ്റിനൊക്കെ പിടിച്ചതിന് ശേഷം നമുക്കിനി മറ്റേ പാൽ ഒഴിക്കാം, ബാക്കിയുള്ള പാല്. ഇനി നമ്മുടെ ഏറ്റവും ആദ്യം പിഴിഞ്ഞ് വെച്ച 1ാം പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റൊക്കെ വറ്റി നല്ല റോസ്റ്റ് പോലെ ആയിട്ട് നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ 2 തേങ്ങയുടെ പാലാണ് എടുത്ത് നോക്കണത്. 2 തേങ്ങ പിഴിഞ്ഞ പാല്.
നമ്മുടെ ഏലക്കപ്പൊടി, ഏലക്ക, ചുക്ക്, ജീരകം, പഞ്ചസാര കൂട്ടി പൊടിച്ച മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുത്ത് നമുക്കിത് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി നമുക്ക് ഇതിൽ വറുത്തിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പായസം ദേ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല കളറും നല്ല ടേസ്റ്റും ഒക്കെയുള്ള ഒരു പായസമാണിത്. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റിയതാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസം കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. അതിനുശേഷം ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരേക്കും ബായ്.